നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ലാർജ് ലാംഗ്വേജ് മോഡൽ വളരെ വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻസ് ഒക്കെ തന്നെ AI ഒരിക്കലെങ്കിലും യൂസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ AI എങ്ങനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ AI ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ചിന്താശേഷി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി, നോവലായിട്ടുള്ള ഐഡിയാസ്, ഇതിനെയൊക്കെ ആക്ച്വലി AI ഉപയോഗം കൂടുന്നത് കാരണം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ AI കൊണ്ട് ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒരു ടൂള് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം റിസർച്ച് പർപ്പസിൽ, അല്ലെങ്കിൽ വളരെ ഷോർട്ട് പീരീഡിൽ നമുക്കൊരു വലിയ ഡാറ്റ അനലൈസ് ചെയ്യണമെങ്കിൽ, ഒരു ഇൻഫർമേഷൻ നമുക്ക് ക്രോഡീകരിക്കണമെങ്കിൽ, ഒരു പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിൽ, ഷോർട്ടായിട്ടൊരു സമ്മറി കിട്ടണമെങ്കിൽ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് അക്കാഡമിക് പർപ്പസിൽ, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വർക്ക് എൻഹാൻസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ AI വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എവിടെയാണ് അതിനൊരു കൂടുതലും നെഗറ്റീവായിട്ടുള്ളൊരു കോൺസിക്വൻസ് വരുന്നതെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാരൊക്കെ തന്നെ ഈ AIയെ വേറൊരു ആളെപ്പോലെ, വേറൊരു ഇൻഡിവിജ്വലിനെ പോലെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അവിടെയാണ് ആക്ച്വലി പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം വരുന്നത്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക, അതായത് വേറൊരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വലിനെ പോലെ നമ്മൾ സംസാരിക്കുകയും ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതൊരു തെറ്റായ പെർസെപ്ഷൻ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ AI എന്ന് പറയുന്നത് എല്ലാ ടെക്നോളജി വരുമ്പോഴും അതിനൊരു അഡ്വാൻറ്റേജും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അഡ്വാൻറ്റേജസ് മാക്സിമം ബെനിഫിഷ്യലായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹ്യൂമനെ റീപ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ള തോട്ട്സിനെ റീപ്ലേസ് ചെയ്യുന്നത് ഒരിക്കലും ബെനിഫിഷ്യൽ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് AI നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നതിനകത്ത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അത് ഡിസിഷൻ മേക്കിംഗ് അതിൻ്റെ ബേസിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് എല്ലാം തന്നെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം ഏത് ലാർജ് ലാംഗ്വേജ് മോഡൽ ആപ്പിലാണെങ്കിലും, ഇപ്പോൾ ChatGPT ആണെങ്കിലും, ഗ്രോക്ക് ആണെങ്കിലും, ജെമിനി ആണെങ്കിലും, ഏത് ആപ്പ് യൂസ് ചെയ്യുന്നെങ്കിലും ആ ആപ്പിനകത്ത് അവർ തരുന്ന ആൻസറൊക്കെ തന്നെ ജനറലി അതൊരു പോപ്പുലർ ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു ജനറൽ കൺസെൻസോ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആൻസറുകളൊക്കെ തരിക. അപ്പം ട്രൂത്തും റിയാലിറ്റിയും അത് തന്നെ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നുള്ള വസ്തുത എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ട്രൂത്ത് സീക്കറെ സംബന്ധിച്ചിടത്തോളം അത് ക്രിട്ടിക്കലി ലോജിക്കലി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഹ്യൂമൻ ബീയിങ്ങിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ട്രൂത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയുടെ ആർബിട്രേറ്ററായിട്ട് AI മോഡലുകളെ, ലാംഗ്വേജ് മോഡലുകളെ ഒന്നും കാണരുത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അതിൽ നിന്നുള്ള എല്ലാ അഡ്വാൻറ്റേജസും നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.